സീറോ മലബാർ സഭാ തർക്കത്തിൽ വലിയ പ്രതിസന്ധിയിലൂടെ കടന്നുപോയ സഭാ സിനഡ് ശാന്തമായി അവസാനിച്ചു. വ്യാജരേഖ കേസിൽ മാർ ആലഞ്ചേരി പിതാവ് മെത്രാൻ സമിതിയിൽ ചർച്ച വേണമെന്നാവശ്യപ്പെട്ട് കത്ത് നൽകിയിരുന്നു. പക്ഷേ സഭാ നേതൃത്വം അത് പാടെ തള്ളിയിരുന്നു. അത് വിമതപക്ഷത്തിനെ വലിയ സന്തോഷത്തിലാക്കിയ ഒരു കാര്യമാണ്. എന്നാൽ പിന്നീട് നടന്ന പുതിയ മെത്രാൻ തിരഞ്ഞെടുപ്പിൽ ചങ്ങനാശ്ശേരി ആർച്ച് ബിഷപ്പായി മാർ തോമസ് തറയിൽ വന്നതോടെ സിനഡിൻ്റെ രീതി തന്നെ മാറി. പിന്നീട് നടന്ന വിവിധ കമ്മീഷൻ തിരഞ്ഞെടുപ്പിൽ എറണാകുളം വിമത വിഭാഗവും അവരെ പിന്തുണയ്ക്കുന്നവരെയും പൂർണ്ണമായും ഒഴിവാക്കപ്പെട്ടു. ആർച്ച് ബിഷപ്പുമാരായ കുര്യാക്കോസ് ഭരണിക്കുളങ്ങരയും ആൻഡ്രൂസ് താഴത്തും ഒഴിവാക്കപ്പെട്ടവരിൽ പ്രമുഖരാണ്. എന്നാൽ പുതിയ ആർച്ച് ബിഷപ്പുമാർ തോമസ് തറയിൽ മെത്രാന് വലിയ പ്രാമുഖ്യവും ലഭിച്ചു. സഭാ മീഡിയ കമ്മീഷൻ ചെയർമാനായി മാർ തോമസ് തറയിൽ നിയമിതനായി. നിലവിലുള്ള തലശ്ശേരി ആർച്ച് ബിഷപ്പുമാർ ജോസഫ് പാംബ്ലാനിയെ മാറ്റിയാണ് ഈ നിയമനം നടന്നത്. വടവാതൂർ സെമിനാരി കമ്മീഷൻ ചെയർമാൻ കൂടാതെ ആരാധനക്രമ കമ്മീഷൻ ഉൾപ്പെടെയുള്ള കമ്മിറ്റികളിൽ മാർ തോമസ് തറയിലുണ്ട്. സഭാ ഐക്യത്തിന് വേണ്ടിയുള്ള ചെയർമാൻ പാലാ മെത്രാൻ മാർ ജോസഫ് കല്ലറങ്ങാട്ടാണ്. ഇതോടെ കുറേ കാലമായി സഭയെ പ്രതിസന്ധിയിലാക്കിയ വിഷയത്തിൽ മാർ ആലഞ്ചേരിയുടെ ആവശ്യം തള്ളുകയും ഒപ്പം അദ്ദേഹത്തിനെതിരെയുള്ള വിമത വിഭാഗത്തെയും അവരെ പിന്തുണയ്ക്കുന്നവരെയും പൂർണ്ണമായും തഴഞ്ഞുകൊണ്ടാണ് ഭൂരിപക്ഷം വരുന്ന മെത്രാന്മാർ സഭയുടെ മുഖം രക്ഷിച്ചത്. പ്രതിസന്ധികൾക്ക് താൽക്കാലിക പരിഹാരമായെങ്കിലും സഭ ആസ്ഥാനത്തുള്ള കൂരിയ അംഗങ്ങളെ മുഴുവൻ മാറ്റിയാൽ മാത്രമേ ശാശ്വത പരിഹാരമാകൂ. രഹസ്യരേഖകൾ ചോർത്തൽ ഉൾപ്പെടെ നിരവധി ആരോപണങ്ങൾ നേരിടുന്നവരാണ് വർഷങ്ങളായി അവിടെ ഇരുന്ന് സഭയെ നിയന്ത്രിക്കുന്നത്. അവരെ മാറ്റി പുതിയ ആളുകളെ നിയമിച്ചാൽ മാത്രമേ ഇതെല്ലാം കെട്ടടങ്ങുകയുള്ളൂ. അവർക്കെതിരെ വിവിധ സഭാ സംഘടനകൾ പ്രതിഷേധ സമരങ്ങൾ നടത്തിയിരുന്നു. എന്നാൽ ഒരു ആർച്ച് ബിഷപ്പിൻ്റെ നോമിനികളായ അവരെ സഭാ നേതൃത്വം സംരക്ഷണം നൽകുകയായിരുന്നു. ഈ സാഹചര്യത്തിൽ സത്വര നടപടികൾ സ്വീകരിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. അല്ലാത്തപക്ഷം വിശ്വാസികൾ വീണ്ടും പ്രതിഷേധവുമായി ഇറങ്ങാൻ സാധ്യതയുണ്ട്.